ഹായ് ഗായ്സ്, എങ്ങനെയാണ് അധികം ഡാമേജസ് സംഭവിക്കാണ്ട് ഒരു നെയിൽ എക്സ്റ്റൻഷൻ ചെയ്യാം എന്നത് നമുക്ക് നോക്കാം. കൂടാണ്ട് ഞാൻ ഇന്ന് കാണിക്കുന്നത് ഒരു ടെമ്പററി നെയിൽ എക്സ്റ്റൻഷനാണ്, അല്ലെങ്കിൽ നെയിൽ ടിപ്പ് എക്സ്റ്റൻഷൻ എന്ന രീതിയിൽ നമുക്ക് പറയാം. ഈ ടിപ്പിൻ്റെ മുകളിലേക്കായിരിക്കും പലപ്പോഴും ജെൽ പ്രൊഡക്ട്സ് അല്ലെങ്കിൽ അക്രിലിക് പ്രൊഡക്ട്സ് ഇട്ടിട്ട് ജെൽ എക്സ്റ്റൻഷൻ അല്ലെങ്കിൽ അക്രിലിക് നെയിൽ എക്സ്റ്റൻഷൻ ചെയ്യുന്നത്. വിവിധ തരത്തിലുള്ള നെയിൽ എക്സ്റ്റൻഷൻസ് നമുക്കുണ്ട്. എന്നാലും ഒരു ബേസിക് എന്ന് പറയുന്നത് ഈ പറയുന്ന ടെമ്പററി ടിപ്പ് എക്സ്റ്റൻഷനാണ്. ഇതിൻ്റെ മുകളിലേക്കായിരിക്കും പലപ്പോഴും മറ്റ് എക്സ്റ്റൻഷൻസ് വരുന്നത്. ഒരു ബിഗിനേഴ്സിന് നെയിൽ എക്സ്റ്റൻഷൻ ചെയ്യാനായിട്ട് അറൗണ്ട് ഒരു 6 സ്റ്റെപ്സ് നമുക്കതിന് ഫോളോ ചെയ്യേണ്ടതുണ്ട്. അതിൽ ഫസ്റ്റ് സ്റ്റെപ്പ് എന്ന് പറയുന്നത് നെയിൽ പ്രെപ്പിംഗ് ആണ്. നെയിൽ പ്രെപ്പിംഗ് എന്ന് പറയുന്നത് നമ്മുടെ നെയിൽ എക്സ്റ്റൻഷൻ ചെയ്യുന്ന സമയത്ത് ഈ വെക്കുന്ന ടിപ്പ്, അതായത് ഫാൾസ് ആയിട്ടുള്ള നെയിൽ ടിപ്പ് സ്റ്റേ ചെയ്യണം എന്നുണ്ടെങ്കിൽ ഈ പറയുന്ന പ്രെപ്പിംഗ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. നെയിൽ പ്രെപ്പിംഗ് എത്രമാത്രം ഇമ്പോർട്ടൻ്റ് ആണ് ഒരു നെയിൽ എക്സ്റ്റൻഷൻ എന്ന് ചോദിച്ചാൽ 100% ഇമ്പോർട്ടൻ്റ് ആണ്. പ്രെപ്പിംഗ് വൃത്തിയായില്ല എന്നുണ്ടെങ്കിൽ ഇതിന് ഫിനിഷിംഗ് എഡ്ജിൽ ഡാമേജസ്, അതായത് ക്യൂട്ടിക്കിളിൽ വരുന്ന ഒരു ഏറ്റക്കുറച്ചിലുകൾ വരാം. അതുപോലെ തന്നെ പ്രോപ്പർ രീതിയിൽ നെയിൽസ് സ്റ്റിക്ക് ഓൺ ആകണമെന്നില്ല. അപ്പോൾ എങ്ങനെയാണ് ഒരു പെർഫെക്റ്റ് രീതിയിൽ നെയിൽ പ്രെപ്പിംഗ് ചെയ്യുന്നത് എന്ന് നമുക്കൊന്ന് കണ്ടു നോക്കിയാലോ. നെയിൽ പ്രിപ്പിങ്ങിന് വേണ്ടത് ഫസ്റ്റ് വൺ ക്യൂട്ടിക്കിൾ റിമൂവറാണ്. പിന്നെ അതേപോലെ വേണ്ടത് ഒരു ക്യൂട്ടിക്കിൾ കട്ടറാണ്. ക്യൂട്ടിക്കിൾ കട്ടർ എടുക്കുമ്പോൾ നമ്മൾ നല്ല ക്വാളിറ്റി, അതായത് മാക്സിമം നമ്മൾ നെയിലിൻ്റെ പ്രൊഡക്ട്സ് വാങ്ങിക്കുന്ന ബ്രാൻഡിൽ നിന്ന് തന്നെ വാങ്ങിക്കാൻ ശ്രമിക്കുക. നല്ലൊരു മോഡൽ ക്യൂട്ടിക്കിൾ കട്ടർ ഉപയോഗിക്കുക. പിന്നെ അതുപോലെ വേണ്ട ഒന്നാണ് ക്യൂട്ടിക്കിൾ പുഷർ. ഈ 3 ഐറ്റംസാണ് നമുക്ക് മെയിൻലി ഒരു നെയിൽ പ്രിപ്പിങ്ങിന് വേണ്ടത്. സോ ഇപ്പോൾ എൻ്റെ നെയിൽസ് ഞാൻ ഓൾറെഡി നെയിൽ പെയിൻറ് ഉണ്ടെങ്കിൽ നമ്മൾ നെയിൽ പെയിൻറ് റിമൂവ് ചെയ്യണം. നെയിൽ പെയിൻറ് റിമൂവ് ചെയ്തതിന് ശേഷം നമ്മളിതാ ഈ പറയുന്ന ക്യൂട്ടിക്കിൾ ഓയിൽ ഇതിലേക്ക് അപ്ലൈ ചെയ്ത് കൊടുക്കുക. പലപ്പോഴും ക്യൂട്ടിക്കിൾ ഓയിൽസ് വരുന്നത് ഒരു ചെറിയ ജെൽ ടച്ച്, അതായത് ഒരു വാട്ടർ സബ്സ്റ്റൻസിൽ തന്നെ ചെറിയൊരു ജെൽ മെറ്റീരിയൽ പോലെ തോന്നുന്നതാണ്. സോ അതിന് ശേഷം ക്യൂട്ടിക്കിൾ പുഷർ എടുത്തിട്ട് ഈ ക്യൂട്ടിക്കിൾസ് ബാക്കിലേക്ക് നമ്മളൊന്ന് പുഷ് ചെയ്ത് കൊടുക്കുക. ഉണ്ടോ? സോ ഇതുണ്ടോ, എനിക്കിപ്പോൾ എക്സസ് നമ്മൾ നല്ല ക്യൂട്ടിക്കിൾ പുഷേഴ്സ് ഉപയോഗിച്ചെങ്കിൽ നമുക്ക് ഓൾറെഡി ഇതുപോലെ പുഷ് ചെയ്യുന്ന സമയത്ത് തന്നെ നമുക്ക് എക്സസ് ആയിട്ടുള്ള ക്യൂട്ടിക്കിൾസ് ഇതുപോലെ വരും. സോ നല്ല രീതിയിൽ പുഷ് ചെയ്യാം. സോ എനിക്ക് എക്സസ് കട്ട് ചെയ്യാൻ പാകത്തിന് ആക്ച്വലി ക്യൂട്ടിക്കിൾസ് എനിക്കില്ല കേട്ടോ ആക്ച്വലി. സോ ഇത് ഇനി എക്സസ് ഉണ്ടെങ്കിൽ, ബൾജ് ചെയ്ത് നിൽക്കുന്നുണ്ടെന്നുണ്ടെങ്കിൽ നമ്മൾ ലൈറ്റായിട്ട് എനിക്ക് വളരെ കുറച്ച് ക്യൂട്ടിക്കിൾസ് ഉണ്ടായുള്ളൂ. ഇത്ര ഉണ്ടായുള്ളൂ കട്ട് ചെയ്യാൻ പാത്രം. സോ നമ്മൾ നല്ല രീതിയിൽ ക്യൂട്ടിക്കിൾ പുഷ് ചെയ്ത് ക്യൂട്ടിക്കിൾ കട്ട് ചെയ്ത് നെയിൽ പെയിൻ്റ് ഉണ്ടെങ്കിൽ കംപ്ലീറ്റ്ലി റിമൂവ് ചെയ്യുന്നതിനാണ് നമ്മൾ പ്രെപ്പിംഗ് ദ നെയിൽസ് എന്ന് പറയുന്നത്. സോ ഇത്രേ ഉള്ളൂ നെയിൽ പ്രെപ്പിങ്ങിൽ. സെക്കൻഡ് സ്റ്റെപ്പ് എന്ന് പറയുന്നത് നമ്മുടെ നാച്ചുറൽ നെയിൽസിന് ചേരുന്ന ഒരു നെയിൽ ടിപ്പ് സെലക്ട് ചെയ്യുക എന്നതാണ്. അതായത് സെലക്ടിങ് എ പെർഫെക്റ്റ് നെയിൽ ടിപ്പ് ഫോർ യുവർ നാച്ചുറൽ നെയിൽസ്. ഞാനിവിടെ ഉപയോഗിക്കുന്ന നെയിൽ ടിപ്പ് എന്ന് പറയുന്നത് എലമെൻറ്റ് എന്ന് പറയുന്ന ബ്രാൻഡിൻ്റെ നെയിൽ ടിപ്സ് ആണ്. സോ നെയിൽ ടിപ്സിനെ കുറിച്ച് പറയുന്നതിന് മുന്നേ ഞാൻ ഒരു കാര്യം പറയാം. നമുക്ക് അത്യാവശ്യം നെയിൽ പ്രൊഡക്ട്സ് കിട്ടുന്നൊരു ബ്രാൻഡ്സ് ഞാൻ പറയാം. ഇതിൽ ഒന്നാണ് എലമെൻറ്റ്സ്, റെനാറെ, ഗ്ലാം, ഷിൽസ്, OPI. അതായത് ഞാൻ കൂടുതലും യൂസ് ചെയ്യുന്ന ബ്രാൻഡ്സ് ആണ്. ഇതിൽ കൂടുതൽ ബ്രാൻഡ്സും നമുക്ക് അവൈലബിൾ ആണ്. സോ ഈ പറയുന്ന ടിപ്പിൻ്റെ കേസിൽ ഞാൻ കൂടുതലും ഇഷ്ടമുള്ള ഒരു ബ്രാൻഡ് എന്ന് പറയുന്നത് എനിക്ക് എലമെൻറ്റ്സ് ആണ്. അതിനുശേഷം റെനാറയാണ്. വളരെ ഈസിയാണ് ഇതിൻ്റെ സൈസ് എന്ന് പറയുന്നത്. കാരണം നമുക്ക് മറ്റു ബ്രാൻഡ്സ് വെച്ച് നോക്കുന്ന സമയത്ത്, ഞാൻ പറഞ്ഞ ഈ മറ്റു ബ്രാൻഡ്സ് വെച്ച് നോക്കുന്ന സമയത്ത് എലമെൻറ്റ്സിനാണെങ്കിൽ കുറച്ചും കൂടെ നല്ല ഷേപ്ഡ് ആണ് ഓൾറെഡി നമുക്ക് ഈ വരുന്ന നെയിൽ ടിപ്പ്. റെനാറയും ഓക്കെയാണ്. ചില സമയത്ത് കുറച്ച് വീതി നമുക്കതിന് കൂടുതലുള്ളതുപോലെ തോന്നാം. ബട്ട് എൻ്റെ ഒരു പേഴ്സണൽ ഫേവറേറ്റ് ഒപ്പീനിയൻ ആണ് ഞാൻ പറയുന്നത്. ഞാൻ കൂടുതലും എലമെൻറ്റ്സ് ആണ് നെയിൽ ടിപ്പിൻ്റെ കേസിലെടുക്കുന്നത്. അതുപോലെ തന്നെ നമ്മൾ നെയിൽ എക്സ്റ്റൻഷൻ ചെയ്യുന്ന സമയത്ത് നമുക്ക് ഒരുപാട് ലോക്കൽ പ്രൊഡക്ട്സ് നമുക്ക് ലഭിക്കും നെയിൽ എക്സ്റ്റൻഷന്. പക്ഷെ നമ്മൾ ലോക്കൽ പ്രൊഡക്ട്സ് എടുക്കുന്ന സമയത്ത് കോംപ്രമൈസ് ചെയ്യുമ്പോൾ നമ്മൾ നെയിൽ എക്സ്റ്റൻഷൻ്റെ ഈ പറയുന്ന പെട്ടെന്ന് ഫാൾസ് ആയി പോകാനുള്ള ചാൻസസ് വളരെ കൂടുതലാണ്. സ്റ്റേ വളരെ കുറവായിരിക്കും. അപ്പോൾ നമ്മൾ നെയിൽ ടിപ്പിൻ്റെ കേസിലൊന്നും ഒരിക്കലും ഒരു കോംപ്രമൈസ് ചെയ്യരുത്. എപ്പോഴും നല്ല നെയിൽ ടിപ്സ് നമ്മൾ ചൂസ് ചെയ്യുക, നല്ല ബ്രാൻഡഡ് നെയിൽ ടിപ്പ് ചൂസ് ചെയ്യുക.
ഒരു നെയിൽ ടിപ്പ് സെലക്ട് ചെയ്യുന്ന സമയത്ത് എന്തുകൊണ്ടത് ശ്രദ്ധിക്കണം എന്നുള്ളത് ഞാൻ പറയാം. റീസൺ വേറൊന്നുമല്ല, ഒരു നെയിൽ എക്സ്റ്റൻഷൻ്റെ സമയത്ത് നമ്മൾ എടുക്കുന്ന നെയിൽ ടിപ്പിന് എന്തെങ്കിലും തെറ്റ് വന്നാൽ, അതായത് ഒന്നെങ്കിൽ സൈസ് കൂടിയതോ ഇല്ലെങ്കിൽ കുറഞ്ഞതോ ആയാൽ ഇത് എക്സ്റ്റൻഷൻ ചെയ്ത് തീരുന്ന സമയത്ത് നമുക്ക് നമ്മുടെ ഒറിജിനൽ നെയിൽസിനോട് പ്രോപ്പർ ബ്ലെൻഡ് ആവില്ല. കൂടുതലാണെന്നുണ്ടെങ്കിൽ നമ്മുടെ നെയിൽസിന് ടിപ്പ്, അതായത് പുറത്തേക്ക് നിൽക്കുന്ന ആ ഭാഗം വളരെ വലുതായതുപോലെ വിട്ടുള്ളതുപോലെയും തോന്നാം. ചെറുതാണെന്നുണ്ടെങ്കിൽ നമ്മുടെ നാച്ചുറൽ നെയിൽസിനേക്കാളും ഫ്രണ്ടിലേക്ക് വരുമ്പോൾ ചെറുതായ രീതിയിലും തോന്നാം. പ്രോപ്പർ രീതിയിൽ നമ്മൾ സെലക്ട് ചെയ്തില്ല എന്നുണ്ടെങ്കിൽ ഇതിൻ്റെ 3rd സ്റ്റെപ്പ് അല്ലെങ്കിൽ 4th സ്റ്റെപ്പിലേക്ക് വരുമ്പോൾ നമുക്ക് ബ്ലെൻഡ് ചെയ്യാനും ഇത് വളരെ ബുദ്ധിമുട്ട് കാണിക്കുന്നുണ്ട്. ഒരു എക്സ്റ്റൻഷന് സമയത്ത് പ്രോപ്പർ സൈസ് നമ്മൾ എടുത്തില്ല എന്നുണ്ടെങ്കിൽ ആകെ മൊത്തം അതിൻ്റെ ഫിനിഷിങ്ങിൽ നമുക്ക് എന്ത് തോന്നും, നമ്മുടെ നഖം ഒറിജിനൽ അല്ല എന്നൊരു തോന്നൽ നമുക്ക് തോന്നും. ഒരിക്കലും നെയിൽ എക്സ്റ്റൻഷൻ ചെയ്യുന്ന സമയത്ത് നമുക്ക് അങ്ങനെ ഒരു തോട്ട് മറ്റുള്ളവരിൽ കൊണ്ടുവരണ്ടല്ലോ. നമ്മുടെ നാച്ചുറൽ നെയിൽസ് പോലെ തന്നെയല്ലേ നമുക്ക് നമ്മുടെ നെയിൽ എക്സ്റ്റൻഷൻ തോന്നേണ്ടത്. അപ്പം എങ്ങനെ ഒരു പെർഫെക്റ്റ് നെയിൽ ടിപ്പ് സെലക്ട് ചെയ്യാം എന്ന് നോക്കിയാലോ. സോ നെയിൽ ടിപ്പ് സെലക്ട് ചെയ്യുന്ന ടൈമിൽ നമുക്ക് ഒത്തിരി ഡിഫറെൻറ്റ് നെയിൽസ് ഇതിൽ കാണാൻ പറ്റും. ഈ ബോക്സിൽ നമ്മൾ കണ്ട 0, 1, 2, 3, 4, 5, 6, 7, 8, 9, അതായത് 9 ഡിഫറെൻറ്റ് സൈസിലുള്ള നെയിൽ ടിപ്സാണ് ഇതിൻ്റെ അകത്തുള്ളത്. സോ ഓരോ ടിപ്പിൻ്റെയും താഴ്ഭാഗത്ത് ഇതിൻ്റെ നമ്പേഴ്സ് അടയാളപ്പെടുത്തിയിട്ടുണ്ടാവും. സോ ഇത് നോക്കിക്കഴിഞ്ഞാൽ നമ്പർ 9 ആണ്. നമ്പർ 9 ഇതിപ്പം നോക്കിയാൽ ഇൻ കേസ് നമുക്ക് ബോക്സിൻ്റെ അകത്തുള്ള ടിപ്പ് തമ്മിൽ മിക്സ് ആവാമല്ലോ. സോ ഇതിൻ്റെ അകത്ത് 0 സൈസാണ്. സോ ഇതിൻ്റെ അകത്ത് നമ്മൾ പറയുമ്പോൾ നമ്പേഴ്സിൻ്റെ കൗണ്ട് കൂടുന്നതനുസരിച്ച് ടിപ്പ് ചെറുതായി അതായത് 0 സൈസ് നമ്പർ 9 സൈസാണ്. നമ്പറിൻ്റെ എണ്ണം സൈസ് കൂടുന്തോറും സൈസ് ചെറുതായി വരുന്നതായിരിക്കും. സോ നമ്മളൊരു നെയിൽ ടിപ്പ് എങ്ങനെ സെലക്ട് ചെയ്യണമെന്ന് വെച്ചാൽ, ഒരു നെയിൽ ഇപ്പം നമ്പർ 9 അല്ലെങ്കിൽ നമ്പർ 8, നമ്പർ 7. സോ എനിക്കിപ്പം ഈ കൈക്ക് സ്യൂട്ടായിട്ടുള്ളൊരു നഖമാണ് നമുക്ക് വേണ്ടത്. ഞാനിപ്പം നമ്പർ 8 ഇപ്പം എടുത്ത് നോക്കുക. 8 എടുത്ത് നോക്കുന്ന സമയത്ത് ഇതുണ്ട്, ഇതിവിടെ ഈ ഭാഗം നോക്കിയാൽ ഒരുപാട് സ്പേസ് ഉണ്ട്. സോ ഇതെനിക്ക് ചെറുതാണ്. സോ നമ്പർ 7 ഞാൻ എടുത്ത് നോക്കുകയാണെങ്കിൽ ഇതെനിക്ക് ഏകദേശം ആപ്റ്റാണ്. ഏകദേശം നമ്മുടെ നെയിൽ ഈ ഒരു ഏരിയയിൽ ഇതിവിടെ ഫിക്സ് ആവുന്നുണ്ട്. ഇനി നമുക്കൊരു നമ്പർ 6 എടുത്ത് നോക്കാം. നമ്പർ 6 ഇതും എനിക്ക് ഏകദേശം പാകമാണ്. സോ ഇതിൽ ഏതാണ് ബെസ്റ്റ് എന്ന് നോക്കിയാൽ നമ്പർ 7 ഒരു പൊടിക്ക് ചെറുതാണ്. എനിക്ക് ഈ ഭാഗത്ത് ഗ്യാപ്പ് കൂടുതൽ തരുന്നുണ്ട്. നമ്പർ 6 ആണെങ്കിൽ കംപ്ലീറ്റ്ലി എനിക്ക് എല്ലാ ഭാഗവും കവർ ചെയ്യുന്നുണ്ട്. എന്നാൽ ഈ സൈഡ് ഭാഗത്ത് വളരെ ലൈറ്റായിട്ടൊരു ഗ്യാപ്പ്. നിങ്ങൾ എപ്പോഴും നെയിൽസ് സെലക്ട് ചെയ്യുന്ന ടൈമിൽ സൈഡ്സിൽ ഈ ബോത്ത് സൈഡ്സിലും ചെറിയ ഗ്യാപ്പ് നിങ്ങൾക്കുണ്ടാവണം. ഒരു കാരണവശാലും ഈ സൈഡ് കംപ്ലീറ്റ്ലി കവർ ചെയ്യുന്ന രീതിയിൽ നെയിൽസ് സെലക്ട് ചെയ്യരുത്. നമുക്ക് ചില സാഹചര്യത്തിൽ ഇപ്പം എനിക്ക് നമ്പർ 6 ഇതിന് സ്യൂട്ടായി കിട്ടി. ചില സാഹചര്യത്തിൽ നമ്പർ 6 നമുക്ക് സ്യൂട്ടായി വരണമെന്നില്ല. അതായത് 7 എടുത്താൽ ചെറുതാകുകയും 6 എടുത്താൽ വലുതായി പോകുന്ന രീതിയിൽ നമുക്ക് ചില സമയത്ത് ഫിംഗേഴ്സിൽ വരാം. അങ്ങനെ ആണെന്നുണ്ടെങ്കിൽ ഫോർ എക്സാമ്പിൾ ഇപ്പോൾ 5 എനിക്ക് ആക്ച്വലി വലുതാണ്. എനിക്ക് ഇൻ കേസ് 6ഉം ചെറുതാണ്, 5 വലുതാണെന്നുണ്ടെങ്കിൽ ഞാൻ ഇതിൻ്റെ സൈഡ് ഈ ഭാഗം ബഫ് ചെയ്ത് കളഞ്ഞ് കഴിഞ്ഞാൽ ഉരച്ച് കളഞ്ഞാൽ ഈ നെയിൽ എനിക്കിതിനോട് ഫിക്സ് ചെയ്യാൻ എടുക്കാവുന്നതാണ്. നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കേസ് എന്ന് പറയുന്നത്, എപ്പോഴും വലിയ നെയിൽസ് നിങ്ങൾക്ക് സ്യൂട്ടാക്കി എടുക്കാൻ പറ്റും സൈഡ് ബഫ് ചെയ്ത്. ബട്ട് ചെറിയ നെയിൽസ് ഒരിക്കലും നിങ്ങൾക്ക് സ്യൂട്ടാക്കാൻ നിങ്ങൾ ശ്രമിക്കരുത്. കാരണം വലുതെടുത്തിട്ട് സൈഡ് ബഫ് ചെയ്തെടുത്താൽ മതി. ഇതിപ്പോൾ എനിക്ക് 5, ഇതൊരു പൊടിക്ക് കണ്ടോ സൈഡ് കംപ്ലീറ്റ്ലി കവർ ആവുന്നുണ്ട്, ദശയിൽ ടച്ച് ചെയ്യുന്നുണ്ട് ഈ ഭാഗത്ത്. ഇതിപ്പോൾ ഞാൻ ചെറുതാക്കി എടുക്കാം. ആക്ച്വലി അതായിരിക്കും ഒന്നും കൂടെ ബെറ്റർ എന്ന് പറയണത്. ഞാനിത് നമ്പർ 5 ചെറുതാക്കി എടുക്കുകയാണ് കേട്ടോ. 3rd സ്റ്റെപ്പ് എന്ന് പറഞ്ഞത് നെയിൽ ഗ്ലൂ ആപ്ലിക്കേഷൻ ആണ്. നമ്മൾ നെയിൽ ഗ്ലൂ ആപ്ലിക്കേഷൻ ചെയ്യുന്ന സമയത്ത് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത്, ഫസ്റ്റ് വൺ, ഓവറായിട്ട് നെയിൽ ഗ്ലൂ നമ്മൾ എടുക്കാൻ പാടില്ല. നമ്മൾ ഓവറായിട്ട് നെയിൽ ഗ്ലൂ എടുക്കുന്ന സമയത്ത് ഒന്നെങ്കിൽ ആപ്ലിക്കേഷൻ സമയത്ത് കസ്റ്റമറിൻ്റെ സൈഡ്സിൽ, അതായത് നെയിൽസിൻ്റെ സൈഡ്സിലേക്ക് ഈ ഗ്ലൂ ലീക്ക് ആവാനുള്ള ചാൻസ് ഉണ്ട്. അല്ലെങ്കിൽ അതേപോലെ തന്നെ ഈ ടെക്നീഷ്യൻ്റെ കൈകളിൽ ഈ നെയിൽ ഗ്ലൂ സ്റ്റിക്ക് ഓൺ ആവാനുള്ള ചാൻസസും വളരെ കൂടുതലാണ്.
ഇനി രണ്ടാമത്തെ ഇഷ്യൂ എന്ന് പറയുന്നത് ഗ്ലൂ അപ്ലൈ ചെയ്യുന്ന സമയത്ത് നമ്മുടെ നാച്ചുറൽ നെയിൽസിൻ്റെയും ഈ ഫാൾസ് നെയിൽസിൻ്റെയും ഇടയിൽ എയർ ബബിൾ കയറുന്നൊരു ഇഷ്യൂ ആണ്. ഈ എയർ ബബിൾ എന്ന് പറഞ്ഞാൽ നമ്മൾ ഈ ഫോണിലൊക്കെ സ്ക്രീൻ ഗാർഡ് നമ്മൾ ഒട്ടിക്കുന്ന ടൈമിൽ നമ്മൾ കണ്ടിട്ടുണ്ട് ഒരു എയർ ബബിൾ കയറുന്നത്. ഇൻ കേസ് ഈ സ്ക്രീൻ ഗാർഡിൻ്റെ ഇടയിൽ എയർ ബബിൾസ് കയറിയിട്ടുണ്ടെങ്കിൽ ഈ സ്ക്രീൻ ഗാർഡ് പെട്ടെന്ന് അവിടെ നിന്ന് ഇളകിപ്പോരും. സെയിം തന്നെയാണ് നമ്മൾ ഒട്ടിക്കുന്ന സമയത്ത് പ്രോപ്പറായിട്ട് ഒട്ടാണ്ട് ഇതിൻ്റെ ഇടയിൽ എയർ ബബിൾ കയറിയിട്ടുണ്ടെന്ന് വെക്കുക. പെട്ടെന്ന് നമ്മൾ ഈ വെക്കുന്ന നെയിൽസ് വിത്തിൻ 2 or 3 days കൊണ്ട് ഇത് ഫാൾസ് ആവാനുള്ള ചാൻസ് കൂടുതലാണ്. അല്ലെങ്കിൽ നമ്മൾ മെർജ് ചെയ്യുന്ന സമയത്ത് ഈ നെയിൽ ടിപ്പ് പൊട്ടിപ്പോരും പെട്ടെന്ന്. അപ്പോൾ നമ്മൾ വീണ്ടും ഒരു നെയിൽ ടിപ്പും കൂടെ വെക്കേണ്ടതായി വരാറുണ്ട്. സോ ഇതൊക്കെയാണ് നമ്മൾ നെയിൽ ഗ്ലൂ ഒട്ടിക്കുന്ന ടൈമിൽ അല്ലെങ്കിൽ അപ്ലൈ ചെയ്യുന്ന സമയത്ത് ശ്രദ്ധിക്കേണ്ടത്. പെർഫെക്റ്റ് ആയിട്ട് ഒരു ആപ്ലിക്കേഷൻ നമുക്കൊന്ന് കണ്ടു നോക്കിയാലോ. സോ ഈ പറയുന്ന ഗ്ലൂ ഇതിപ്പം പോളിഫിക്സിൻ്റെ ഗ്ലൂ ആണുള്ളത്. ഇത് നിങ്ങൾക്ക് ആമസോണിൽ അവൈലബിൾ ആണ്. മാക്സിമം നല്ല ഗ്ലൂ തന്നെ എടുക്കുക. ഇത് ഞാൻ ഉപയോഗിച്ചിട്ട് വളരെ നല്ല സ്റ്റേ തരുന്നൊരു ഗ്ലൂ ആണ്. സോ ഗ്ലൂ എടുക്കുന്ന സമയത്ത് എപ്പോഴും നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത് ഇത് ഓപ്പൺ ആക്കി കഴിഞ്ഞാൽ ഡയറക്റ്റ് എടുക്കാൻ ശ്രമിക്കുക. ഒരു കാരണവശാലും ഇതിൻ്റെ സൈഡ്സിൽ, അതായത് ഈ ഒരു ഏരിയയിൽ ഗ്ലൂ ആകരുത്. ആയിക്കഴിഞ്ഞാൽ നമ്മളിത് ക്ലോസ് ചെയ്യുന്ന സമയം ഇത് തമ്മിൽ ഒട്ടിപ്പും. പിന്നെ നിങ്ങൾക്ക് ഒരു ഫുൾ ബോട്ടിൽ ഗ്ലൂ വേസ്റ്റ് ആകും. സോ ഒരു കാരണവശാലും ഗ്ലൂ എടുക്കുന്ന സമയത്ത് ഗ്ലൂവിൻ്റെ സൈഡ്സിൽ ആകാണ്ട് ശ്രദ്ധിക്കുക. സൈഡ്സിലായി കഴിഞ്ഞാൽ സിംഗിൾ യൂസേ നിങ്ങൾക്ക് ആ ഗ്ലൂ കൊണ്ട് സാധിക്കുകയുള്ളൂ. പിന്നീട് ഈ സാധനം ഓപ്പൺ ആക്കാൻ പറ്റാണ്ട് കംപ്ലീറ്റ്ലി ആ പ്രൊഡക്റ്റ് നിങ്ങൾക്ക് കളയേണ്ട വരും. എൻ്റെ ഒറിജിനൽ നെയിൽ പ്ലേറ്റ് ലൈറ്റായിട്ടൊന്ന് ഈ ഭാഗം ഒന്ന് ബഫ് ചെയ്യുന്നുണ്ട്. വേറൊന്നിനുമല്ല, ഈ ഭാഗം നെയിൽ പ്ലേറ്റ് വളരെ സോഫ്റ്റ് ആയിരിക്കും. സോ അപ്പോൾ നമ്മൾ ഫിക്സ് ചെയ്യുന്ന സമയത്ത് നെയിൽ പ്രോപ്പർ ഇരിക്കണമെന്നില്ല. വളരെ ലൈറ്റായിട്ട് മതി. വളരെ ലൈറ്റായിട്ട് ഭയങ്കര ഹാർഷായിട്ട് ചെയ്ത് നമ്മുടെ ഒറിജിനൽ നെയിൽ പ്ലേറ്റിന് ഡാമേജ് ഉണ്ടാക്കരുത്. ഈ രീതിയിൽ ഹോൾഡ് ചെയ്യും. സോ അതായത് നമുക്ക് നെയിലിൻ്റെ ഗ്ലൂ അപ്ലൈ ചെയ്യേണ്ട ഭാഗം, അതായത് 2 ഫിംഗേഴ്സിൻ്റെ ഇടയിൽ ഈ നെയിൽ പ്ലേസ് ചെയ്യുക. ഗ്ലൂ ആവശ്യത്തിന് എടുക്കുക. എടുത്തിട്ട് ഈ ഭാഗത്ത് ഗ്ലൂ അപ്ലൈ ചെയ്യുക. ആവശ്യത്തിനുള്ള ഗ്ലൂ ഉണ്ടാവണം, എന്നാൽ ആവശ്യത്തിൽ കൂടുതൽ ഗ്ലൂ ആകാനും പാടില്ല. എന്നിട്ട് നമ്മുടെ നെക്സ്റ്റ് ഫിംഗറിൻ്റെ ഇൻഡെക്സ് ഫിംഗർ വെച്ച് ഇത് കവർ ചെയ്ത് ഇങ്ങനെ എടുക്കുക. ഇങ്ങനെ എടുക്കുന്ന സമയത്ത് ഒരു ഭാഗത്തും എവിടെയും നമുക്ക് എന്തുണ്ടാവില്ല, ഗ്ലൂ പറ്റത്തില്ല. സോ അതിനുശേഷം നമ്മുടെ നെയിലൊരു 45 ഡിഗ്രി ആംഗിൾ, പെർഫെക്റ്റ് 0 ഡിഗ്രിയിലോ സ്ട്രെയിറ്റോ പിടിക്കരുത്. ഒരു 45 ഡിഗ്രി ആംഗിളിൽ പിടിക്കുക. സെൻറ്റർ നോക്കി ഹോൾഡ് ചെയ്യുക. അതിനുശേഷം ഇത് കണ്ടോ, ഇങ്ങനെ ഹോൾഡ് ചെയ്ത് പതിയെ ഗ്ലൂ നെയിൽസ് താത്തുമ്പം എയർ കയറാത്ത വിധം കംപ്ലീറ്റ്ലി എല്ലാ സൈഡും ഗ്ലൂ സ്റ്റിക്ക് ആവണം. ഇപ്പം ഗ്ലൂ എല്ലാ സൈഡും സ്റ്റിക്കായിട്ടുണ്ട്. ഇപ്പം നിങ്ങൾ കണ്ടാൽ നിങ്ങൾക്ക് മനസ്സിലാവും. ഇതുണ്ടോ, സൈഡ്സിൽ ചെറിയ ഗ്യാപ്പുണ്ട്. ഞാൻ ഇപ്പം ഇങ്ങനെ പിടിച്ചിട്ടാണ്, ചെറിയ ഗ്യാപ്പ് 2 സൈഡിലുണ്ട്. പക്ഷെ നോർമലി വെക്കുന്ന സമയത്ത് ഭയങ്കര ഗ്യാപ്പൊന്നും കാണത്തുമില്ല. ഇതിൻ്റെ അകത്ത് എയർ ഉണ്ടാവാൻ പാടില്ല. എയർ ഉണ്ടെങ്കിൽ നിങ്ങളുടെ നെയിൽസ് പെട്ടെന്ന് ഒറിജിനൽ നെയിലിൽ നിന്നും താഴെ വീഴും. സോ ഇത്രയാണ് നെയിൽസ് ഒട്ടിക്കുന്ന ടൈമിൽ ശ്രദ്ധിക്കേണ്ടത്. പിന്നെ ഒരു കാര്യം, ഇതുണ്ടോ, ഈ ഭാഗത്ത് നോക്കിയാൽ ദശയിൽ, ഇപ്പം എൻ്റെ ഈ ഭാഗത്ത് ദശയിൽ നോക്കിയാൽ ഗ്ലൂ ഇല്ല, സൈഡ്സിൽ നോക്കിയാൽ ഗ്ലൂ ഇല്ല. ചില സമയത്ത് ഒട്ടിക്കുമ്പോൾ ചില ടെക്നീഷ്യൻസ് ഒട്ടിക്കുന്ന അല്ലെങ്കിൽ വീഡിയോസ് ഞാൻ കണ്ടിട്ടുണ്ട് സൈഡ്സിലൊക്കെ ഗ്ലൂ വരുന്നത്. സോ ഒരു കാരണവശാലും സൈഡ്സിൽ ഗ്ലൂ വരാൻ പാടില്ല. അതുപോലെ തന്നെ എൻ്റെ ഒറിജിനൽ നെയിലാണിത്. ഇതാണ് എൻ്റെ ഒറിജിനൽ നെയിൽ. ഈ ഒറിജിനൽ നെയിലും ഈ നെയിലിൻ്റെ ഇടയിൽ ഗ്യാപ്പ് വരാൻ പാടില്ല. സോ ചിലപ്പം ഒട്ടിക്കുന്ന നമ്മളിവിടെ നോക്കുമ്പോൾ ഓക്കെ ആയിരിക്കും, ഫുള്ളി ഗ്ലൂ ആയിട്ടുള്ള പോലെ തോന്നും. ഇങ്ങനെ നോക്കുന്ന സമയത്ത് ഈ ഭാഗത്ത്, അതായത് നമ്മുടെ ഇങ്ങനെ ഇത് പിടിക്കുന്ന സമയത്ത് ഒറിജിനൽ നെയിലിൻ്റെയും ഫാൾസ് നെയിൽസിൻ്റെ ഇടയിൽ നമുക്ക് ടച്ച് ചെയ്യാൻ പറ്റുന്ന ഒരു ഗ്യാപ്പ് ചിലപ്പോൾ ഫീൽ ചെയ്യും. അങ്ങനെ നെയിൽസ് ഒരിക്കലും ഒട്ടിക്കുന്ന ടൈമിൽ ഉണ്ടാകാൻ പാടില്ല. സോ ഇങ്ങനെയാണ് ഒരു പെർഫെക്റ്റായിട്ട് നെയിലിൽ ഗ്ലൂ ചെയ്യുന്ന ടെക്നിക്ക്. അപ്പോൾ 4th സ്റ്റെപ്പാണ് ഇനിയുള്ളത്. 4th സ്റ്റെപ്പ് എന്ന് പറയുന്നത് നെയിൽ ഷേപ്പിംഗ് ആണ്. ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് നെയിൽ ഷേപ്സ് നമുക്ക് അവൈലബിൾ ആണ്. ഇതിൽ കുറേയൊക്കെ എന്ന് പറയുന്നത് ഫാഷനായിട്ട് നമ്മൾ യൂസ് ചെയ്യുന്നതാണ്. നമുക്ക് ഡേ ടു ഡേ ലൈഫിൽ ഉപയോഗിക്കാൻ പറ്റില്ലാത്ത ഷേപ്സും ഉണ്ട്. അതിലൊന്നാണ് ഈ പറയുന്ന കഫൈൻ ഷേപ്സ് അല്ലെങ്കിൽ സ്റ്റിൽറ്റോഡ് ഷേപ്സ് ഒക്കെ. പക്ഷേ ഈ പറയുന്ന റൗണ്ട്, സ്ക്വയർ, ഓവൽ, ആൽമണ്ട് ഷേപ്സ് ഒക്കെ നമുക്ക് ഡേ ടു ലൈഫിൽ ഉപയോഗിക്കാൻ പറ്റുന്നതാണ്.
നമ്മൾ ഈ നെയിൽ ഷേപ്പ് ചെയ്യുന്ന സമയത്ത് നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു ഫാക്ടർ എന്ന് പറയുന്നത് നെയിൽസിൻ്റെ ലെങ്ത് ആണ്. ഈ നെയിൽസിൻ്റെ ലെങ്ത്തും നെയിൽ ഷേപ്പും തമ്മിൽ ബന്ധമുണ്ടോ എന്ന് ചോദിച്ചാൽ 100% ബന്ധമുണ്ട്. റീസൺ എന്ന് പറയുന്നത് ഞാൻ പറയാം. ഒരു ചില ഷേപ്സ് നമ്മൾ സെലക്ട് ചെയ്യുമ്പോൾ അതിന് നിർബന്ധമായും ലെങ്ത് വേണം. എക്സാമ്പിൾ ഞാൻ പറയാം. ഈ പറയുന്ന പോലെ ഓവല്, അൽമണ്ട്, സ്റ്റിൽറ്റോയിഡ്, കഫെയിൻ ഷേപ്പ് എന്നിവയൊക്കെ ചെയ്യണമെന്നെങ്കിൽ അത്യാവശ്യം ലെങ്ത് നമ്മുടെ നെയിൽസിന് നിർബന്ധമാണ്. നമുക്കിപ്പോൾ വരുന്നൊരു കസ്റ്റമർ ആൾ പറയുവാണ്, എനിക്ക് തീരെ നെയിൽസിന് ലെങ്ത് വേണ്ട, എനിക്ക് ഡെയിലി ലൈഫിൽ കാര്യങ്ങൾ ചെയ്യാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ്, എന്നാൽ ആൾക്ക് ഇല്ലെങ്കിൽ ഈ കഫൈന് അല്ലെങ്കിൽ ഈ പറയുന്ന ആൽമണ്ട് ഷേപ്സ് വേണം എന്ന് പറയുകയെന്ന് വിചാരിക്കുക. നമുക്ക് ഒരിക്കലും ചെയ്യാൻ പറ്റില്ല. ഈ പറയുന്ന വ്യക്തിക്ക് നമുക്ക് കൊടുക്കാൻ പറ്റുന്നത് പറയണത് ഈ പറയുന്ന റൗണ്ടോ സ്ക്വയറോ സ്കോവൽ ഷേപ്സ് ആണ്. അതുകൊണ്ടാണ് ഞാൻ പറയണത് ഷേപ്പ് പെർഫെക്റ്റ് ആകണം എന്നുണ്ടെങ്കിൽ അതിൻ്റെ ലെങ്ത് ഒരു നിർബന്ധമായ ഘടകം തന്നെയാണ്. അപ്പം നമുക്ക് എങ്ങനെ പെർഫെക്റ്റ് ആയിട്ട് നെയിൽ ഷേപ്പിംഗ് ചെയ്യാമെന്ന് ഒന്ന് നോക്കിയാലോ. സോ നമ്മൾ നെയിൽ ഫിക്സ് ചെയ്തിട്ടുണ്ട്. ഇനി നമുക്ക് നെക്സ്റ്റ് സ്റ്റെപ്പ് എന്ന് പറയുന്നത് നെയിലിൻ്റെ ഷേപ്പാണ്. സോ നമുക്ക് വേണ്ട ഒരു കസ്റ്റമറിൻ്റെ ആവശ്യത്തിനനുസരിച്ച് നെയിൽ ഷേപ്പ് നമ്മൾ ചെയ്യണം. സോ നെയിൽ ഷേപ്പ് ചെയ്യുന്ന സമയത്ത് നെയിലിൻ്റെ ലെങ്ത്ത്, അതായത് ഇപ്പോൾ സ്ക്വയർ എന്ന് പറയുന്നതിന് നമുക്ക് പല ലെങ്ത്തിൽ വെച്ച് ചെയ്യാൻ പറ്റും. ഫോർ എക്സാമ്പിൾ ഞാൻ ഉപയോഗിക്കുന്ന ആൽമണ്ട് ഷേപ്പ് അല്ലെങ്കിൽ സ്റ്റിൽട്ടോ മോഡലുള്ള ഷേപ്പിന് അത്യാവശ്യം, അതായത് മിനിമം ഇത്രയെങ്കിലും ലെങ്ത്ത് വെച്ചാൽ മാത്രമേ നമുക്കതിന് ഭംഗി ഉണ്ടാവുള്ളൂ. നമ്മളെപ്പോഴും നെയിൽ കട്ട് ചെയ്യുന്നതിന് മുന്നേ ഏത് ഷേപ്പാണ് കസ്റ്റമറിന് വേണ്ടതെന്ന് ഉറപ്പിക്കുക. അതിനുശേഷം അതിന് വേണ്ട ലെങ്ത്ത് മുതൽ എത്ര ലെങ്ത്ത് വേണം എന്നുള്ളത് കസ്റ്റമറിൻ്റെ ഡിസിഷനാണ്. നമ്മൾ കട്ട് ചെയ്യാൻ ഉപയോഗിക്കുന്നത് ടിപ്പ് കട്ടറാണ്. ഈ ടൂളിൻ്റെ പേരാണ് ടിപ്പ് കട്ടർ. ഞാൻ ചിലവർ നെയിൽ കട്ടേഴ്സും കൊണ്ട് ടിപ്പ് കട്ട് ചെയ്യുന്ന കണ്ടിട്ടുണ്ട്. സോ അത് ശരിക്കും ടെക്നിക്കലി നല്ലതല്ല. ടെക്നിക്കലി നിങ്ങൾക്ക് ഇതാണൊരു ടിപ്പ് കട്ട്. ചിലതിന് ഈ ഭാഗത്ത് കട്ട് ചെയ്യുന്ന നെയിൽ ടിപ്പ് കളക്ട് ചെയ്യാനുള്ള പോർഷൻസൊക്കെ ഉണ്ടാവും. സോ ഇതിപ്പോൾ ഞാൻ ഇതുണ്ടാവും, ഈ ഒരു സ്ട്രെയിറ്റ് പോർഷൻ ഒരു വി ഷേപ്പിലാണ്. സ്ട്രെയിറ്റ് പോർഷൻ നമ്മൾ നെയിലിൻ്റെ ലെങ്ത്ത് എവിടെയാണോ എന്തോരം ലെങ്ത്ത് വേണോ അവിടെ പിടിക്കുക. ഈ കേർവ് പോലെയുള്ള പോർഷൻ നമ്മുടെ നേരെ വെക്കുക. നമുക്ക് എത്രയാണോ ലെങ്ത്ത് വേണ്ടത് ആ ലെങ്ത്ത് വെച്ചിട്ട് സിംഗിൾ കട്ട്. സിംഗിൾ കട്ട്. ഇനി ഈ നെയിൽസ് ഇപ്പോൾ ഉള്ള സ്ക്വയർ എനിക്ക് വേണ്ടത് ഈ ഒരു ആൽമണ്ട് ലുക്ക് ഷേപ്പാണ് വേണ്ടത്. ഈ ഒരു ഷേപ്പിലേക്ക് ഞാൻ നെയിൽസിനെ കംപ്ലീറ്റ്ലി ഫയൽ ചെയ്തിട്ടാണ് ഈ ഷേപ്പിലേക്ക് വേണ്ടത്. സോ ഞാൻ ഈ നെയിൽസിനെ ഈ ഒരു ഷേപ്പിലേക്ക് ഫയൽ ചെയ്യാൻ പോവാണ്. അപ്പോൾ അഞ്ചാമത്തെ സ്റ്റെപ്പ് എന്ന് പറയുന്നത് മെർജിങ് ടെക്നിക്കാണ്. ഈ മെർജിങ് ടെക്നിക്ക് എന്ന് പറഞ്ഞാൽ നമ്മളിപ്പം വെക്കുന്ന ഫാൾസ് നെയിൽസ് ഉണ്ടാവുമല്ലോ, ഈ ഫാൾസ് നെയിൽസ് ഒറിജിനൽ നെയിലേക്ക് ബ്ലെൻഡ് ആക്കുന്ന ഒരു ടെക്നിക്കാണ് മെർജിങ് ടെക്നിക്ക് എന്ന് പറയുന്നത്. നമ്മളിപ്പം ചെയ്ത 5 സ്റ്റെപ്സ്, ഈ അഞ്ചാമത്തെ സ്റ്റെപ്പാണ് ഒന്ന് ശ്രദ്ധിക്കേണ്ടത്. കാരണം 4 സ്റ്റെപ്പ് വരെ നമ്മൾ ചെയ്യുന്നതിൽ എന്തെങ്കിലും മിസ്റ്റേക്സ് വന്നാൽ അതിന് ഫിനിഷിങ്ങിൽ വരുന്ന മിസ്റ്റേക്സ് ആയിരുന്നു. പക്ഷെ അഞ്ചാമത്തെ സ്റ്റെപ്പാണ് പലപ്പോഴും നമ്മുടെ നെയിൽസ് ഡാമേജ് ആക്കുന്ന റീസൺ ഇവിടെയാണ് കാണുന്നത്. കാരണം നമ്മുടെ നെയിൽസ് തിന്നാകുക ഇല്ലേ, നമ്മൾ പലപ്പോഴും നെയിൽ എക്സ്റ്റൻഷൻ ചെയ്തിട്ടുള്ളവർക്ക് പലപ്പോഴും സംഭവിക്കുന്നതാണ് അവരുടെ നെയിൽ തിന്നാകുന്നത്. അത് നടക്കുന്നത് സത്യത്തിൽ ഈ ഒരു സെക്ഷനിലാണ്. ടൂളാണ് ഫൈലർ എന്ന് പറയുന്നത്. ഞാൻ കാണിക്കാം. സോ ഇതിപ്പം സ്ട്രെയിറ്റ് ഫൈലറാണ്, അല്ലെങ്കിൽ നമുക്ക് ബനാന ഫൈലേഴ്സ് ഇതുപോലെ തന്നെ ക്രസൻറ്റ് ഷേപ്പിലൊക്കെ നമുക്ക് അവൈലബിൾ ആണ്. ഞാൻ കൂടുതൽ ഉപയോഗിക്കുന്നത് സ്ട്രെയിറ്റ് ഫൈലേഴ്സ് ആണ്. നമ്മൾ ഫൈലിംഗേഴ്സ് മാത്രമല്ലാണ്ട് നമുക്കിതിന് മെഷീൻസും ഉണ്ട്. നിങ്ങൾ വീഡിയോസിലൊക്കെ കണ്ടിട്ടുണ്ടാകും. ഈ മെഷീൻസിനാണ് ശരിക്കും അതിന് പറയുന്നത്. നമ്മൾ ഡ്രില്ലേഴ്സ് പോലെ ഉപയോഗിക്കുന്ന മെഷീനറീസ് ആണത്. ഇത് വെച്ച് നമ്മൾ ചെയ്യുന്ന സമയത്താണ് പലപ്പോഴും നമ്മുടെ നെയിൽസ് ഡാമേജ് ആവുന്നത്. അപ്പം അധികം ഡാമേജസ് വരാത്ത രീതിയിൽ നമുക്ക് പെർഫെക്റ്റ് ആയിട്ട് എങ്ങനെ ഒരു മെർജിങ് ചെയ്യാം എന്നൊന്ന് കണ്ടു നോക്കാം. എന്ന് പറഞ്ഞാൽ ഇതിപ്പോൾ നമ്മൾ 2 ഫിംഗേഴ്സ് ഓൾറെഡി ചെയ്തത്. സോ ഇത് ഞാൻ നേരത്തെ ചെയ്ത എൻ്റെ നഖം. ഇതിലിപ്പോൾ നിങ്ങൾ ശ്രദ്ധിച്ച് നോക്കിയാൽ ഇതുണ്ടോ, ഇതിവിടെ പിടിക്കുന്ന സമയത്ത് ഇവിടെ ഒരു തട്ടുണ്ട്. എന്ത്, നമ്മുടെ ഫേക്ക് നെയിൽസിൻ്റെ തട്ടുണ്ട്. ഇതെൻ്റെ ഫേക്ക് നെയിൽസ്, ഇതെൻ്റെ ഒറിജിനൽ നെയിൽ. എവിടെയും തട്ടാണ്ട് ഇത് മുകളിൽ കൂടെ പോകുന്നുണ്ടോ. സോ അതാണ് മെർജ് ചെയ്യുക. അതായത് ഫാൾസ് നെയിൽസിനെ ഒറിജിനൽ നെയിൽസിലേക്ക് മെർജ് ചെയ്ത്, അതായത് കയറ്റുക എന്ന് പറയും. അതായത് നമ്മൾ ടച്ച് ചെയ്യുന്ന സമയത്ത് നാച്ചുറൽ നെയിലിൽ നിന്ന് ഫാൾ നെയിൽസിൻ്റെ ഫ്രീ എഡ്ജ് വരെ ഒരേ രീതിയിൽ ഒരാൾ ടച്ച് ചെയ്യുന്ന സമയത്ത് ഒരിക്കലും അവിടെ ഒരു സെപ്പറേഷൻ ഫീൽ ചെയ്ത് കുറച്ചെങ്കിലും സെപ്പറേഷൻ ഫീൽ ചെയ്താൽ നെയിൽ പെയിൻറ്റ് ചെയ്യുന്ന സമയത്ത് അതിൻ്റെ ഡിഫറൻസ് കാണിക്കും.
നെയിൽസ് ബൾജ് നിൽക്കുന്നില്ല, ആ ഭാഗത്ത് മാത്രം ഒരു ബൾജിങ് നിങ്ങൾക്ക് കാണാൻ സാധിക്കും. സോ ഇത് മെയിൻലി ഹോൾഡ് ചെയ്യുന്ന ഒരു പെർഫെക്റ്റായിട്ട് ഇത് ഹോൾഡ് ചെയ്യുന്ന മെത്തേഡുണ്ട്. ഒരു കാരണവശാലും നമ്മൾ ഇങ്ങനെ ഫൈലർ ഹോൾഡ് ചെയ്യാൻ പാടില്ല, ഇങ്ങനെ ചെയ്യാൻ പാടില്ല. നമ്മൾ പെർഫെക്റ്റായിട്ട് ഹോൾഡ് ചെയ്യേണ്ടത് 2 ഫിംഗേഴ്സിൻ്റെ സെൻറ്ററിൽ ഇത് വെച്ച് ഹോൾഡ് ചെയ്യാം. അപ്പോൾ ഇവിടെ ബാലൻസ് കുറവായിരിക്കും. ഇതുണ്ടോ, നമുക്കിത് ചെയ്യാൻ ബാലൻസ് കുറവായിരിക്കും. ടോപ്പിൽ ബാലൻസ് ചെയ്യാനായിട്ട് തമ്പ് കൊടുക്കുക. അപ്പം താഴെ നിങ്ങൾ ചെയ്യുന്ന ഫിംഗറും ബാലൻസിങ്ങിന് വരും. നിങ്ങൾ മെർജ് ചെയ്യുന്ന സമയത്ത് ഇതുണ്ടോ, ഞാൻ ഫുള്ളി 0 ഡിഗ്രി ആംഗിൾ വെച്ചേക്കുക. 0 ഡിഗ്രി ആംഗിൾ വെച്ചിട്ട് റബ്ബ് ചെയ്യുന്ന സമയത്ത് നിങ്ങൾ ശ്രദ്ധിച്ചാൽ കാണാൻ പറ്റും, ഈ ഭാഗത്ത് ഫൈലിംഗ് വന്നിട്ടുണ്ട്, ഒരച്ചിൽ വന്നിട്ടുണ്ട്, ഈ ടിപ്പിലും വന്നിട്ടുണ്ട്. ഈ ടിപ്പിൽ നിങ്ങൾക്ക് ഈ പറയുന്ന ഫൈലിംഗ് വരണം. പക്ഷേ ഈ ഭാഗത്ത്, ഈ മുകളിലത്തെ എൻ്റെ നാച്ചുറൽ നെയിലിൻ്റെ ഈ ഭാഗത്ത് ഒരു കാരണവശാലും ഫൈലിംഗ് വരേണ്ട ആവശ്യമില്ല. കാരണം അത് 0 ഡിഗ്രി ആംഗിളിൽ വെച്ചതുകൊണ്ടാണ് ഈ ഒരു ഇഷ്യൂ വരുന്നത്. ഇനി ഇങ്ങനെ ബഫ് ചെയ്യാമെന്ന് വിചാരിക്കുക. ഇങ്ങനെ ബഫ് ചെയ്താൽ ഓട്ടോമാറ്റിക്കലി ഇവിടെ ബഫിങ് വരും, അതുപോലെ ഇവിടെ ബഫിങ് വരും. ഇതിലൊക്കെ ഉപരി നിങ്ങളുടെ സ്കിന്നിൽ ബഫിങ് വന്ന് കസ്റ്റമറിന് പെയിൻ വരാനുള്ള ചാൻസ് വളരെ കൂടുതലാണ്. സോ ഹോൾഡിംഗ് മെത്തേഡ് ഇങ്ങനെയാണ്. അപ്പം ഫൈലിംഗ് ചെയ്യുന്ന മെത്തേഡ് എപ്പോഴും ഇതുണ്ടോ, ഒരു 45 ഡിഗ്രി ആംഗിൾ, 0 ഡിഗ്രി വെക്കരുത്. 45 ഡിഗ്രി ഭാഗം ഞാൻ മുകളിലേക്ക് പോകും തോറും മുകളിലത്തെ ദശയിലേക്ക് മുട്ടില്ല. ഫോർ എക്സാമ്പിൾ ഇവിടെ കാണിക്കാം. കണ്ടോ, ഇതിലിപ്പം എനിക്ക് ഏറ്റവും കൂടുതൽ ബഫിങ് വന്നിരിക്കുന്നത്, ഒരച്ചിൽ വന്നിരിക്കുന്നത്, ബ്ലെൻഡിങ് വന്നിരിക്കുന്നത് ഈ പറയുന്ന ഫേക്ക് നെയിലാണ്. നാച്ചുറൽ നെയിലിൻ്റെ ഈ സെൻറ്റർ പോർഷനിലായ പോലെ എൻ്റെ ഇവിടുത്തെ സെൻറ്റർ പോർഷനിൽ ആയിട്ടില്ല. സോ ഇത് സെൻറ്റർ പോർഷനിലാവുന്നതിന് മെയിൻ റീസൺ എന്താണ്, ഈ പറയുന്ന ഫൈലിംഗ്, അതായത് ആംഗിൾ പിടിക്കുന്നതിൻ്റെ തെറ്റായതാണ്. ഇനി സൈഡ് ചെയ്യാനായിട്ട് താഴത്തേക്ക് ഡൗൺ വേസ്റ്റ്. കട്ട് ചെയ്തത്. ലാസ്റ്റ് സ്റ്റെപ്പിലേക്ക് നമ്മൾ എത്തിയിട്ടുണ്ട്. സ്റ്റെപ്പ് നമ്പർ 6 ആണ്. നമ്മളിത് ചെയ്യുന്നതിൻ്റെ മെയിൻ ഉദ്ദേശം എന്ന് പറയുന്നത് ക്യൂട്ടിക്കിൾ ഓയിൽ ആപ്ലിക്കേഷനാണ്. ക്യൂട്ടിക്കിൾ ഓയിൽ അപ്ലൈ ചെയ്യുന്നത് എന്തിനാണെന്ന് വെച്ചാൽ നമ്മൾ നെയിൽ എക്സ്റ്റൻഷൻ്റെ സമയത്ത് നെയിൽസിനെ വളരെ ഹാർഷായിട്ട് നമ്മൾ ഹാൻഡിൽ ചെയ്യുന്നുണ്ട്. സോ ഇതുകൊണ്ട് ക്യൂട്ടിക്കിൾ ഡ്രൈ ആവാനുള്ള ചാൻസസ് വളരെ കൂടുതലാണ്. അതുകൊണ്ട് ക്യൂട്ടിക്കിൾ ഒന്ന് ഹൈഡ്രേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ക്യൂട്ടിക്കിൾ ഓയിൽ അപ്ലൈ ചെയ്യുന്നത്. നമ്മൾ നെയിൽ എക്സ്റ്റൻഷൻ്റെ അവസാന സ്റ്റേജിലാണ് ക്യൂട്ടിക്കിൾ ഓയിൽ അപ്ലൈ ചെയ്യേണ്ടത്. അത് നമ്മുടെ കസ്റ്റമറിന് നെയിൽ ആർട്ട് വേണ്ട എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് നെയിൽ എക്സ്റ്റൻഷന് ശേഷം ക്യൂട്ടിക്കിൾ ഓയിൽ അപ്ലൈ ചെയ്ത് ഫിനിഷ് ചെയ്യാം. അതല്ല, നെയിൽ ആർട്ട് നിങ്ങൾ ചെയ്യുന്നുണ്ട് എന്നുണ്ടെങ്കിൽ നെയിൽ ആർട്ടിന് ശേഷം അറ്റ് ദ എൻഡ് പ്രൊസീജിയറാണ് ക്യൂട്ടിക്കിൾ ഓയിൽ അപ്ലൈ ചെയ്യുന്നത്. നമ്മൾ എങ്ങനെയാണ് ഒരു ക്യൂട്ടിക്കിൾ ഓയിൽ അപ്ലൈ ചെയ്യേണ്ടതെന്നും ഞാൻ ഏത് ക്യൂട്ടിക്കിൾ ഓയിലാണ് ഉപയോഗിക്കുന്നതെന്നും നമുക്കൊന്ന് കണ്ടു നോക്കിയാലോ. സോ ഞാൻ ഇവിടെ എടുത്തിരിക്കുന്ന ബ്രാൻഡ് ബെല്ലാവീറ്റ എന്ന് പറയുന്ന ക്യൂട്ടിക്കിൾ ഓയിലാണ്. ഇത് ഞാൻ മെയിൻലി ക്യൂട്ടിക്കിളിലാണ് ഫോക്കസ് ചെയ്യുന്നത്, നെയിൽ പ്ലേറ്റിലേക്കല്ല ഞാനിത് ആപ്ലിക്കേഷൻ ചെയ്യുന്നത്. ക്യൂട്ടിക്കിൾസിന് ചുറ്റും നമ്മൾ നല്ല രീതിയിൽ അപ്ലൈ ചെയ്യുക, ക്യൂട്ടിക്കിൾ നറിഷ് ആക്കാൻ വേണ്ടിയിട്ടാണ്. നിങ്ങളിപ്പം കാണുന്ന പിക്ചർ ഓൾറെഡി ഞാൻ നെയിൽ ആർട്ട് ചെയ്തിട്ടുള്ള നെയിൽസാണ്. ഞാൻ ഈ നെയിൽസിന് മൈലാർ ആർട്ട് അതുപോലെ തന്നെ ഫ്ലോറൽ പ്രിൻറ്റ്സ് എല്ലാം കൊടുത്തിട്ടുണ്ട്. സോ ഇത് എങ്ങനെയാണ് ഈ പറയുന്ന നെയിൽ ആർട്ട്സ് ചെയ്യുന്നത് എന്ന് നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം. കോസ്മെറ്റോളജി റിലേറ്റഡ് ആയിട്ടുള്ള സ്കിൻ, ഹെയർ, മേക്കപ്പ്, നെയിൽസ് എന്നീ ടോപ്പിക്സ് റിലേറ്റഡ് ആയിട്ടുള്ള എന്ത് സംശയങ്ങളും നിങ്ങൾക്ക് കമൻറ്റ് ബോക്സിൽ ചോദിക്കാവുന്നതാണ്. ഒപ്പം തന്നെ നിങ്ങളൊരു സലൂൺ ഓണർ ആണെന്നുണ്ടെങ്കിൽ ഇതുപോലെ ഇൻഫോർമേറ്റീവ് വീഡിയോയ്ക്ക് വേണ്ടിയിട്ട് എൻ്റെ ചാനൽ ഫോളോ ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്യുക.